നമ്മൾ സ്ഥിരം വരാറുള്ള അതാണ്. ഷട്ടറൊക്കെ ഇപ്പോൾ തുറന്നു. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 10-15 സ്ഥലത്തോളം നമ്മൾ സ്ഥിരം ചൂണ്ടിടാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ നിലവിൽ കണ്ടു. മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2 വീഡിയോയിൽ നമ്മൾ 3ാമത്തെ ഭാഗം ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാലടിയിൽ നിന്ന്, അങ്കമാലി കാലടിയിൽ നിന്ന് മലയാറ്റൂരിക്ക് പോകുന്ന വഴി കൊറ്റമം പള്ളിയുടെ ബാക്കിലുള്ളൊരു സ്പോട്ടാണ് അത്. ഇവിടെ നമ്മൾ കൂടുതലും വന്നത് റോഹ് പിടിക്കാനാണ് മെയിനായിട്ട് വരുന്നത്. ഇവിടെ സീസണിലൊക്കെ ഒരു 30-40 പേരൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നിന്ന് ചൂണ്ടിടാറുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്പോട്ടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്തും നല്ല ആളുണ്ടാവാറുണ്ട് ചൂണ്ടിടാനായിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഇതുപോലെ തന്നെ ഒരു കടവുണ്ട്. അപ്പോൾ ഇത് വരുന്നത് കൊറ്റമ്മം പള്ളിയുടെ ബാക്കിലായിട്ടാണ് വരുന്നത് കേട്ടോ. അത് അവിടെ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് ഈ മലയാറ്റൂർ റൂട്ട് തന്നെ നീലീശ്വരം പള്ളിയുടെ തൊട്ട് ബാക്കിൽ. ഇത് പള്ളിയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ പുഴ വരുന്നത്. ഇതും അടിപൊളി സ്പോട്ടാണ്. ഇവിടെ നമ്മൾ കൂടുതലും നമ്മൾ പിടിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ കാളാഞ്ചി, ചെമ്പല്ലിയൊക്കെ കിട്ടുന്ന ഈ ചാട്ടമുണ്ട്. ഈ ചാട്ടത്തിൻ്റെ താഴെ എപ്പോഴും മീൻ നിൽക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെള്ളം കുറവുള്ള സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരല്പം കൂടി ഫ്രണ്ടിലേക്ക് ഈ കെട്ടുമ്പോടി അങ്ങോട്ട് പോവാം. അവിടെ ഒരു പുല്ല് പോലെ നിൽക്കുന്നുണ്ട് സെൻട്രലായിട്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോയിട്ട് അവിടെ നമുക്ക് കാളാഞ്ചിയും ഇതൊക്കെ ചെമ്പല്ലിയൊക്കെ മിക്കപ്പോഴും കിട്ടാറുള്ള സ്ഥലമുണ്ട്. ഇത് നേരെ കാണുന്ന ഒരു പുല്ല് പോലെ ഒരു ഭാഗം കണ്ട് സെൻട്രലായിട്ട് അവിടേക്ക് വരെ നടന്നു പോകാൻ പറ്റും. പിന്നെ ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് വെള്ളം കൂടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അവിടെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ അവിടെ കരിമീൻ പിടിക്കുന്നതാണ്. കരിമീൻ ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ ഈ സ്റ്റെപ്പിൻ്റെ ഗ്യാപ്പിൽ കരിമീൻ നിൽക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കരിമീനും കിട്ടാറുണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും നമ്മൾ പോകുന്നത് വെച്ചാൽ മലയാറ്റൂർ റൂട്ട് തന്നെ, കാലടി മലയാറ്റൂർ റൂട്ട് തന്നെ നമ്മൾ മലയാറ്റൂർ സ്കൂളിനൊക്കെ തൊട്ട് മുൻപായിട്ടൊരു ഇതുപോലെ തന്നെ ഒരു ബണ്ടുണ്ട്. ആ ബണ്ടിൻ്റെ അടുത്തും ഇതുപോലെ തന്നെ കാളാഞ്ചി ചെമ്പല്ലിയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കരിമീനുണ്ട്. നല്ല സൈസുള്ള കരിമീനാണ് കിട്ടുന്ന ഒരു ഏരിയയാണിത്. ഈ ഭാഗത്തും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. ഈ ഭാഗമുണ്ട്, ഈ കെട്ടുണ്ട്. ഈ ബണ്ടിൻ്റെ താഴെ എപ്പോഴും മീൻ നിൽക്കാറുണ്ട്. കാരണം കാളാഞ്ചിയും ചെമ്പല്ലിയൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാറുള്ള സംഭവമാണ്. പിന്നെ കരിമീൻ ഇതിൻ്റെ തൊട്ട് ചേർന്നതിന് ഇഷ്ടംപോലെ കരിമീനും കിട്ടുന്ന അടിപൊളി സ്പോട്ടുണ്ട് അത് കാണുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ ഇഷ്ടംപോലെ പ്രാവശ്യം വന്ന് മീൻ പിടിച്ചിട്ടുള്ളതാണ്. അന്നും നമ്മൾ ചാനലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മളങ്ങനെ ഇട്ടിട്ടില്ല. അന്ന് വീഡിയോ ഒന്നും ഇടാനായിട്ട് നമുക്ക് ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും അറിയാം. ഇത് ശരിക്കും മലയാറ്റൂർ പള്ളി കോടനാടിക്ക് പോകുന്ന വഴിയിലെ പാലമാണ്. പാലത്തിൻ്റെ അവിടെ നമുക്ക് രാത്രി പകലധികം ആൾക്കാർ ചൂണ്ടിടാറില്ല. രാത്രി ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടിടാനായിട്ടുണ്ടാവും. നല്ല അടിപൊളി മഞ്ഞിലൊക്കെ കിട്ടുന്ന അടിപൊളി സ്പോട്ടുണ്ട്. പാലത്തിന്മേൽ നിന്നാണ് എല്ലാവരും ചൂണ്ടിടാറ്. ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഈ കാണുന്ന സ്ഥലം എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് മലയാറ്റൂർ തടാകമാണ്. അപ്പോൾ ഈ തടാകത്തിൽ നമുക്ക് കിട്ടാത്ത മീനുകളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇവിടെ പണ്ട് വളർത്താനൊക്കെ ഇട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ കൊല്ലവും ലേലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ലേലം ഇപ്പം നിലവിലില്ല എന്നാണ് തോന്നുന്നത്. കാരണം നേരത്തെ ഇതിനകത്ത് കൂടെ കിട്ടും മീൻ വളർത്തണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ മീനുണ്ട്. ഒരു 20 കിലോത്തോളം വലിപ്പമുള്ള കട്ടലൊക്കെ ഇവിടെ ഉണ്ട്. പണ്ട് പേപ്പറിലൊക്കെ അതിൻ്റെ ന്യൂസ് വന്നിട്ടുള്ളതാണ് ഓരോരുത്തർ പിടിക്കണതിൻ്റെ. ഇപ്പോൾ അതിനൊന്നും കിട്ടണില്ല. എങ്ങനെ നമ്മളിവിടെ ഇഷ്ടം പോലെ മീനുണ്ട്. ഇപ്പോൾ നിറച്ച് വാഗ വന്ന് കൂടിയാൽ കാണും. വാഗ കണ്ടമാനുണ്ട്, കാളാഞ്ചിയുണ്ട്, എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. കരിമീനൊക്കെ പാള പോലത്തെ മീനാണ്. നല്ല വീതിയുള്ള കരിമീനുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഒന്നും കൊത്തണില്ല. എന്താണെന്നറിയില്ല. മീൻ കൊത്തുണ്ട്, പക്ഷെ മീനൊന്നും കിട്ടണില്ല. അപ്പോൾ ഇപ്പോൾ ലേലം ഇല്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മീൻ പിടിക്കാം. പണ്ട് ഇവിടെ ലേലം ഉള്ളതുകൊണ്ട് വലിയ മീൻ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് അവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയായിരുന്നു. അതൊന്നുമില്ല. ഇത് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഈ വന്നങ്ങനെ സ്ഥലം ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോയി മാഞ്ഞാലി റൂട്ടിൽ തടിക്കക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നാക്കണത്. തടിക്കക്കടവ് പാലമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഈ ഭാഗത്ത് കാണുന്നത് കായ്സ് കിച്ചനാണ്. ഇവിടെ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ ഫേമസ് ആണ് ഈ കായ്സ്. അപ്പോൾ ഇത് തടിക്കക്കടവ് പാലം, മാഞ്ഞാലി
മാഞ്ഞാലി റൂട്ടിൽ നിന്ന് ഒരല്പം ഉള്ളിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ വരുന്നത് മാഞ്ഞാലി പോണ വഴി തന്നെ ഈ കാണുന്നത് ഇവിടെ കുറേ ഷട്ടറൊക്കെ ഉള്ളൊരു പാലമാണ് കേട്ടോ. ഇവിടെയും നമുക്ക് താഴെ 2 സൈഡിൽ ഇറങ്ങി നമുക്ക് ചൂണ്ടിടാൻ പറ്റിയ അടിപൊളി കരിമീനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഷട്ടർ തുറക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മീനുകൾ വരും, ഇഷ്ടംപോലെ മീൻ കയറും. പുല്ലനൊക്കെ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് കിട്ടുന്നത്, കരിമീനും പുല്ലനൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അത് അടിപൊളി സ്പോട്ടാണ് ഈ കാണുന്നത്. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ മാഞ്ഞാലി റൂട്ടിൽ നിന്ന് കുറ്റ്യാലി ഷാപ്പിൻ്റെ അവിടെ തിരിഞ്ഞു പോയിട്ട് കണക്കങ്ങാട് റൂട്ടിലേക്ക് ചെന്ന് കയറുന്ന ആ പോകുന്ന വഴിയിലൊരു പാലമാണ്. ഈ പാലത്തിൽ ഇഷ്ടംപോലെ, ഇതിൻ്റെ താഴെ ഇഷ്ടംപോലെ നമ്മൾ വാളക്കുരി അതുപോലെ തന്നെ റോഹ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു ഏരിയ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോകുന്നത് മാഞ്ഞാലി പാലത്തുമ്മയുണ്ട്. മാഞ്ഞാലി പാലത്തുമ്മ നമ്മൾ പകലധികം ആളുണ്ടാവില്ല, പക്ഷേ രാത്രി ചെന്ന് കഴിഞ്ഞാൽ വെളുപ്പിന് രാവിലെ വരെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ചൂണ്ടിടുണ്ടാവും. ഇവിടെ മെയിനായിട്ട് നല്ല മലിഞ്ഞിൽ കിട്ടും, ഒരു 4-5 കിലോക്കുള്ള മലിഞ്ഞിൽ കിട്ടാണ്. അപ്പോൾ രാത്രി എല്ലാവരും മിക്കവരും ഈ പാലത്തിൻ്റെ മുകളിൽ താഴേക്ക് ഇഷ്ടംപോലെ മീൻ പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാള അങ്ങനെയുള്ള മീനുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുള്ളൊരു ഇതാണ്. അപ്പോൾ രാത്രി വന്നാൽ രാത്രി വിട്ട് പകൽ വരെ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് കണക്കങ്കടവ് പാലമാണ്. കണക്കങ്കടവ് ഷട്ടറൊക്കെ ഉള്ള പാലത്തുമ്മയാണ് നമ്മൾ വന്നാക്കണേ. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കാളാഞ്ചി ചെമ്പല്ലിയൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നല്ല കരിമീനും കിട്ടും. പിന്നെ ഇച്ചിരി തടച്ചിൽ കൂടുതലുള്ള ഏരിയ ഉണ്ട് ഈ ഭാഗത്ത്. ഈ ഷട്ടറിൻ്റെ ഇപ്പുറ സൈഡ്, അതായത് ഈ സൈഡിൽ നിറച്ച് തടച്ചിലുണ്ട്. അടിയിൽ കുറേ ചാക്കിൽ മണൽ നിറച്ചിട്ടിട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന പുത്തം വേലിക്കര പാടമാണത്. ഈ പാടത്ത് നല്ല വരാൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ഇപ്പോൾ വെള്ളം കുറഞ്ഞ് ഈ പാടം മൊത്തം വെള്ളമായിരിക്കും, ഇഷ്ടം പോലെ വരാൽ കിട്ടുന്ന ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് എന്നിട്ട് കോട്ടപ്പുറം പാലം ഉണ്ടാകും. കൊടുങ്ങല്ലൂർ പോകണ വഴി കോട്ടപ്പുറം പാലം ഒരു ചേട്ടൻ ചൂണ്ടിടുന്നു. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് എല്ലാ ടൈപ്പ് മീനും കിട്ടും. ആമൂറ് കിട്ടും, കാളാഞ്ചി കിട്ടും, ചെമ്പല്ലി കിട്ടും, പിന്നെ കൂരി വരെ ഇവിടെ നിന്ന് കിട്ടും. കാരണം നമ്മൾ ഇഷ്ടംപോലെ ഇവിടെ വന്ന് ചൂണ്ടിട്ടിട്ടുള്ളതാണ്. ഇത് കോട്ടപ്പുറം പാലമാണത്, അതായത് കൊടുങ്ങല്ലൂർക്ക് പോകണ വഴിക്ക് കോട്ടപ്പുറം പാലം. ഇവിടെ നിന്ന് ആ ഭാഗത്തൊക്കെ മീൻ കെട്ട് അവർ വളർത്തണൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ വല കിട്ടാൻ അതിന് കൂടുതലും കിട്ടുന്ന ചേട്ടൻ കൂരിയാണ്. ഇഷ്ടംപോലെ കൂരി കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കാളാഞ്ചി ചെമ്പല്ലി കിട്ടുന്ന നല്ല അടിപൊളി സ്പോട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് നമ്മുടെ അഴീക്കോട് ബീച്ചാണത്. അഴീക്കോട് പുലിമുട്ടാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തിരമാല ഒരു രക്ഷയില്ല. ഇതൊക്കെ കടലൊക്കെ കലങ്ങി മറിഞ്ഞ് ആകെ ഇതായിട്ട് കിടക്കാണ്. ഒരു മനുഷ്യൻ ചൂണ്ടിടാനില്ല. ആകെ 2 പേര് അവിടെ ചൂണ്ടിടുണ്ടായിരുന്നു. അവർ പിടിക്കുന്നത് നെച്ചറയാണ്. അല്ലാതെ നമുക്ക് അവിടെ പോയി നിന്ന് നമുക്ക് ചൂണ്ടിടാൻ പറ്റില്ല. കാരണം ചൂണ്ടിടാൻ പറ്റിയ സമയമാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഒരു 40-60 പേരൊക്കെ നേരെ നിന്ന് ചൂണ്ടിടണം. പല്ലിക്കോര ഇഷ്ടം പോലെ പിടിക്കണ. കഴിഞ്ഞ കൊല്ലമൊക്കെ ആൾക്കാർ ഒരാൾ 40 കിലോ 80 കിലോ ഒക്കെയാണ് പല്ലിക്കോര ഈ ഭാഗത്തു നിന്ന് പിടിച്ചുകൊണ്ടിരുന്നത്. പല്ലിക്കോരയുടെ സീസണായി കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആളായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ സ്ഥിരം സ്പോട്ട്. നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ മുനമ്പം ബീച്ചാണ്. മുനമ്പം ബീച്ചും മുനമ്പം പുലിമുട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സ്ഥിരം വന്നാണ്. ഏറ്റവും കൂടുതൽ വീഡിയോ ഒക്കെ ഈ ഭാഗത്ത് നിന്നായിരിക്കുള്ളൂ. അവിടുത്തെ ബീച്ചൊക്കെ അത് കംപ്ലീറ്റ് വെള്ളം കയറി ഇതായേക്കാണ്. പിന്നെ കുറച്ച് ചേട്ടന്മാർ അവിടെ ചൂണ്ടിയിട്ടുണ്ട്. പിന്നെ വലക്കാർക്കൊന്നും വലിയ കാര്യമായിട്ട് കിട്ടില്ല. കടലാകെ കലങ്ങി മറിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് മീനില്ല. കണ്ട അത് കണ്ട തിരമാല കണ്ട. അപ്പോൾ വെള്ളത്തിൻ്റെ കളറും കണ്ട. അതുകൊണ്ട് വലിയ മീനൊന്നും കിട്ടണില്ല. ആകെ മറ്റേ ഇതിന് വലക്കാർക്കും കിട്ടില്ല. അതുപോലെ തന്നെ ഇതേക്ക് ഇത് നമ്മുടെ തെരണ്ടി സ്പോട്ടാണ്. ഇവിടെ നമുക്ക് മുകളിലേക്കൊന്നും ഇപ്പോൾ കയറാൻ പറ്റില്ല. ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് ഏരിയും ഇതൊക്കെ പിടിക്കണ വീഡിയോ ഇട്ടുണ്ട്. ശരിക്കും തിരമാല വെള്ളം ഇപ്പുറത്തേക്ക് അടിയാണ്. അതായത് താഴെ വെള്ളം കിടക്കണുണ്ട്. ഇഷ്ടംപോലെ വെള്ളം കിടക്കണം ഈ സൈഡിൽ. ഇപ്പുറത്തേക്ക് തിരമാല വന്നിട്ട് വെള്ളം തലയുടെ മുകളിൽ നമുക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല. കാരണം തലയുടെ മുകളിൽ കൂടെ വെള്ളം എന്തായാലും വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. തെരണ്ടിയുടെ സീസണായി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതിന് മാത്രം തിരക്കുള്ളൊരു ഏരിയയാണ് ഈ ഭാഗം. രക്ഷയിലേ വെള്ളം കിടക്കണമൊക്കെ പുറത്തേക്ക് വന്നിട്ട്. ഇവിടെ നമുക്ക് പണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നൊക്കെ മീൻ കിട്ടാറുണ്ട്. തിരമാല ഇപ്പുറത്തേക്ക് കിട്ടി തിരമാല പെട്ട് മീൻ പുറത്തേക്ക് കിട്ടാറുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അപ്പുറത്ത് ഇത് നമ്മുടെ സ്ഥിരം തന്നെ നമ്മുടെ ജയസൂര്യയുടെ ഇതിൻ്റെ അടുത്ത് റിസോർട്ടിൻ്റെ അടുത്ത്. ഇവിടെ നമുക്കാണ് കയറി ഇങ്ങനെ കാണാൻ പറ്റില്ല. അതിന് മാത്രം തിരമാല ആയതുകൊണ്ടേ ഒരു രക്ഷയില്ല. മുകളിൽ കൂടെ ഭയങ്കര ഹൈറ്റിലാണ് തിരമാല വന്നത്. അപ്പോൾ അവിടെ കയറുന്നതിനോട് ക്യാമറയിലേക്കൊക്കെ വെള്ളം വന്നായിരുന്നു. നമുക്ക് അവിടെ നിന്ന് കയറി നിന്ന് എടുക്കാൻ പറ്റില്ല.
നല്ല തിരമാലുണ്ട്. നമുക്ക് ക്യാമറ ഒന്ന് പൊക്കിയാൽ കാണിച്ചാൽ അതൊക്കെ കണ്ട റിസോർട്ടിൻ്റെ അടുത്ത് നമ്മൾ ഇടാറില്ലേ. ഒരു രക്ഷയില്ല. ഈ ലെവലിൽ തന്നെ കെട്ടിൻ്റെ ലെവലിൽ തന്നെ തിരമാലയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് കയറാൻ പറ്റാത്ത. ഇവിടെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടാവുന്നതാണ്. വല്ലിക്കോരയും ഇതൊക്കെ പിന്നെ ഇതൊക്കെ പിടിക്കുന്നത് നമ്മുടെ വറ്റ, കല്ലങ്കോര ഇവിടെ നിന്നാണ് തിരമാല ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ കല്ലങ്കോരൊക്കെ നമ്മൾ വെറുതെ പറക്കിയെടുത്തത്, ഇപ്പുറത്തുനിന്ന് പറക്കിയെടുത്തത്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഒരു രക്ഷയിലിട്ട് ഇപ്പോൾ നമുക്കൊന്ന് ചൂണ്ടിടാനൊന്നും പറ്റണില്ല. ഈ മഴ കുറഞ്ഞ് തിരമാല കുറഞ്ഞാലാണ് നമുക്ക് ഇവിടെ ഒന്ന് ഇനി ചൂണ്ടിടാൻ പറ്റുള്ളൂ. അതിന് മാത്രം ഇതാണ് തിരമാലയാണ്, ഒരു രക്ഷയില്ല. കടലാകെ ഇളക്കി മറിഞ്ഞ കിടക്കാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് കുഴിപ്പിള്ളി ബീച്ചിലുണ്ട്. കുഴിപ്പിള്ളി ബീച്ചിൽ നമ്മൾ വരാറുള്ളതെന്ന് വെച്ചാൽ തെരണ്ടിയൊക്കെ പിടിക്കുന്ന സമയത്ത് തെരണ്ടിക്ക് വേണ്ടി ഇടാൻ വേണ്ടിയാണ് കുഴിപ്പിള്ളി ബീച്ചിൽ വരാറ്. അത് അടിപൊളി നല്ല സ്പോട്ടാണ്. നമുക്ക് സുഖമായിട്ട് ഇവിടെ വന്ന് ചൂണ്ടിടാം. അതുപോലെ നല്ല നീട്ടത്തിൽ ഈ ബീച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നവരെ ശല്യപ്പെടുത്താതെ തന്നെ നമുക്ക് ചൂണ്ടിടാൻ പറ്റും. അത്രയും വലിയൊരു ബീച്ചാണ് ഇവിടെ. അതുപോലെ തന്നെ തെരണ്ടി പിടിക്കാനായാലും നമുക്ക് തെരണ്ടി എന്തായാലും കുറേ ദൂരമൊക്കെ വലിച്ചുകൊണ്ട് പോകില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ആ ഭാഗത്തേക്ക് നടന്ന് സുഖമായിട്ട് ചൂണ്ടിടാൻ പറ്റിയൊരു ഏരിയയാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് 2 മുട്ടുണ്ട്. ആ മുട്ടിലും നമ്മൾ ചൂണ്ടിടാറുണ്ട്. അപ്പോൾ അത് അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. മുകളിലേക്ക് തിരമാല വന്നിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുഴിപ്പിള്ളി ബീച്ചിൽ നിന്ന് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഒരു കെട്ടൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്. അവിടെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ നമ്മൾ വന്ന് കരിമീൻ പിടിക്കാറുണ്ട്. ഇത് കെട്ടിൽ നമുക്ക് ചൂണ്ടിടാൻ പറ്റില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഇതുണ്ട്, തോടുണ്ട്. ഈ തോട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ കരിമീനും പൂടാനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ വല വീശുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അവർ ചെമ്മീനൊക്കെ പിടിച്ചിട്ട് ചൂണ്ടിടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചൂണ്ടിടാനായിട്ട് ചെമ്മീൻ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ഇനി നമ്മൾ കടലും കായലൊക്കെ ആയിട്ട് നമുക്ക് നമുക്ക് കടലും കായലും മാത്രമേ ഉള്ളൂ കാണിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതൊക്കെ കാണാം. അതോടുകൂടി നമ്മുടെ ഈ സ്പോട്ടുകളൊക്കെ തീരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.